ഈ തെക്ക് സൈഡിലും കുറച്ച് ഗാർഡനും പോട്ട്സും എല്ലാം വെച്ചിട്ടുണ്ട്. ഈ ഗ്രോ ബാഗ് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓർഗാനിക് ബസാർ എന്ന സൈറ്റിൽ ഗ്രോ ബാഗിൽ തക്കാളിയും ഈ വലിയ ചട്ടിയിൽ കുറച്ച് പീസ് ആണ്. ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പേര് ഷുഗർ പീസ് എന്നാണ്. കൊച്ചിലേ തന്നെ ഇത് പൂക്കാനും കായ്ക്കാനും എല്ലാം തുടങ്ങും. ഇത് വലുതാവണമെന്ന് ആവശ്യമില്ല. ഇത് കിളിച്ച് മണ്ടയ്ക്കോട്ട് വരുമ്പോൾ അതിന് സ്ട്രിങ്സ് ഇങ്ങനെ കെട്ടി കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് പിടിച്ച് പിടിച്ച് മുകളിലോട്ട് പോയിക്കോളും. നല്ലോണം പിടിച്ച് വരുന്നുണ്ട്. ഇതെൻ്റെ തക്കാളി നല്ലോണം പിടിക്കുന്നുണ്ട്. ഇതെൻ്റെ തക്കാളി നിറയെ പിടിക്കുന്നുണ്ട്, നിറയെ പൂക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു തക്കാളി കൊലക്കണക്കിനിതാ പിടിച്ച് കിടക്കുന്നുണ്ടോ. ഇപ്പം കുറച്ച് തണുപ്പ് സമയമാണ്. കുറച്ചുകൂടെ ചൂടാകുമ്പം ഇത് വലുതായി പഴുക്കും. ഇവിടെ കുറച്ച് ബീട്രൂട്ടും മസ്റ്റേർഡുമാണ്. മസ്റ്റേർഡിൻ്റെ അരി കുറേ കിട്ടിയതുകൊണ്ട് അത് അങ്ങ് ഇട്ടെല്ലാം കിളിക്കുകയും ചെയ്തു. ഇത് കോസ്മോസ് ചെടി. കോസ്മോസ് ചെടിക്ക് നല്ല പൂക്കളാണ്. നമ്മളെ നാട്ടിൽ തീപ്പൊരി ചെടി എന്ന് പറയും. ഇതിന് മഞ്ഞയും ഓറഞ്ചും ഫ്ലവർ അല്ല, ഇതിന് കുറച്ചുകൂടെ പിങ്കും വൈറ്റും കടുത്ത പിങ്കും അതുപോലത്തെ ഫ്ലവേഴ്സ് ആണ്. ഇതെൻ്റെ തക്കാളിച്ചെടി. ഈ തക്കാളിച്ചെടി കാട്ടു തക്കാളിനെ പോലെ നല്ലോണം പിടിക്കും. ഇതിന് സ്പൂൺ ടൊമാറ്റോ എന്ന് പറയും. ലോകത്തിലെ ഏറ്റവും ചെറിയ ടൊമാറ്റോ ആണ് അത്. ഒരു സ്പൂണിൽ കുറേ ടൊമാറ്റോ എടുത്ത് വയ്ക്കാൻ പറ്റും. അത്രയ്ക്കും ടൊമാറ്റോ പിടിക്കും ഇതിൻ്റെ അകത്ത്. അത്രയും ചെറുതാണ് ഈ ടൊമാറ്റോ. ഇതിൻ്റെ തണ്ട് തന്നെ പിന്നെ ഒടിച്ചു കുത്തി വെച്ച് കഴിഞ്ഞാൽ കുറേ ടൊമാറ്റോ ചെടികളും കിട്ടും. അത് കാരണം കുറച്ചുകൂടെ കഴിഞ്ഞ് വെതർ ഹോട്ട് ആകുമ്പോഴത്തേക്കും എനിക്കിത് ഒടിച്ചു കുത്തി വെച്ചാൽ മതി അടുത്ത ചെടി കിട്ടാൻ. ഇതെൻ്റെ ബീൻസ് ചെടി. ഈ ബീൻസ് ചെടി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 1 മാസമായി. തണുപ്പായതുകൊണ്ട് മിക്കതും കിളിക്കുന്നില്ല. പക്ഷേ ഇത് വെണ്ടയ്ക്കയുടെ ഇടയിലൊരു ലെറ്റ്യൂസ് ചെടിയാണ്. അത് നല്ലോണം കിളിക്കുന്നത്, നല്ല വലിയ ഇലകളെല്ലാം വരുന്നത്. ഇതെൻ്റെ കാലിഫോർണിയ പോപ്പി. നല്ല മഞ്ഞയും ഓറഞ്ചും പൂവൊക്കെ പിടിക്കും. ഈ സൈഡിലുള്ള ചെടികൾക്കെല്ലാം നല്ല വെയിലടിക്കുന്നുണ്ട്, അത് കാരണം കിളിക്കുന്നു. ഇതെൻ്റെ സ്വിസ് ചാർഡ്. പിന്നെ ഒരു പെറ്റൂണിയ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ ഒരു ചെടിയാണ് ഈ സ്വിസ് ചാർഡിൻ്റെ ചെടി. ഞാൻ ഈ കിട്ടിയ ബക്കറ്റും പോട്ട്സിൻ്റെ അകത്തുമൊക്കെ എല്ലാമായിട്ട് അങ്ങ് ചെടികൾ വയ്ക്കും. തക്കാളി ഈ ചൂട് കാലത്ത് നല്ലോണം പിടിക്കുന്നത് കൊണ്ട് ഈ തക്കാളിയാണ് ഈ മുഴുവൻ ഈ സൈഡിൽ വെച്ചേക്കുന്നത്. ചൂടുള്ളതുകൊണ്ട് നല്ലോണം വേഗം പൂക്കും. അപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പൂക്കാൻ സാധ്യത നല്ല കുറവാണ് ഈ തണുപ്പ് ക്ലൈമറ്റിന് വേണ്ടിയിട്ട്. ചൂട് അങ്ങോട്ട് ഇനി വരുന്നതേ ഉള്ളല്ലോ, അന്നേരത്തേക്ക് ഞാൻ അത് അങ്ങോട്ടങ്ങ് മാറ്റും.